السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على لا نبي بعده وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർത്തിയാവുകയില്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സഹോദരന് വേണ്ടിയിട്ടും ഇഷ്ടപ്പെടുന്നത് വരേക്കും. ഒരു ചെറിയ വചനമാണെങ്കിലും അതിലൊരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനെ അയാൾ തന്നെ പോലെ തന്നെ പരിഗണിക്കും എന്നുള്ളതാണ്. അങ്ങനെ പരിഗണിക്കുന്നത് ഒരു സലീമായ ഹൃദയമുള്ള ആൾക്ക് മാത്രമേ സാധിക്കൂ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത് പോലെ ഖൽബുൻ സലീം, കുറ്റമറ്റ ഒരു ഹൃദയം, ആരോടും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും ഒന്നുമില്ലാത്ത വളരെ തെളിഞ്ഞ മനസ്സുള്ള ഒരു വിശ്വാസിക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. യർമൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കൊരു സംഭവം കാണാൻ സാധിക്കും. വളരെ പ്രശസ്തമായ ഒരു സംഭവം. യുദ്ധമെല്ലാം അവസാനിച്ച് വിശ്വാസികൾക്ക് സഹായം എത്തിക്കുവാൻ വേണ്ടി ഒരാൾ എങ്ങനെ കുടിവെള്ളവുമായി നടക്കുമ്പോൾ അവിടെ ഒരു ഞരക്കം കേട്ട് ആ കുടിവെള്ളവുമായ അയാൾ ആ ഞരക്കം കേട്ട സ്ഥലത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഒരു വിശ്വാസി, ഒരു സ്വഹാബി, അദ്ദേഹം രക്തം പാർന്ന് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നതായി കാണാം. അങ്ങനെ ആ വെള്ളം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ആയപ്പോൾ അപ്പുറത്തു നിന്നും കുറച്ചപ്പുറത്തു നിന്നും ഇതേ പോലൊരു ശബ്ദം കേൾക്കുമ്പോൾ ആ കിടക്കുന്ന സ്വഹാബി അദ്ദേഹം പറയുന്നു, അങ്ങോട്ട് ചെല്ലുന്നു, ഒരുപക്ഷെ അയാൾക്ക് എന്നേക്കാൾ ആവശ്യമുണ്ടാകാം. അങ്ങനെ വളരെ ആവശ്യക്കാരനായിരുന്നിട്ട് തന്റെ അപ്പുറത്തുള്ള സഹോദരനെ പരിഗണിച്ചു. ഇയാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയും ഇതിനേക്കാൾ മോശമായ അവസ്ഥയിൽ കിടക്കുന്ന ആളെയാണ് കാണുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് മറ്റൊരു ശബ്ദം. അങ്ങനെ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി കിടക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്ക് വെള്ളം കൊടുക്കാൻ പോയപ്പോഴേക്ക് അദ്ദേഹം അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഷഹീദായി യാത്രയാവുകയാണ്. തൊട്ടു മുമ്പുള്ള ആളിലേക്ക് വരുമ്പോഴും അദ്ദേഹവും അതിനോടകം മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പുള്ള ആദ്യത്തെ ആളിലേക്ക് വന്നപ്പോഴും അദ്ദേഹവും അതിനോടകം മരിച്ചു കഴിഞ്ഞ ഒരവസ്ഥയാണ് ഈ മനുഷ്യൻ കാണുന്നത്. മരണത്തിന്റെ സമയത്ത് ഒരിറ്റു വെള്ളം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടാകില്ല. സ്വന്തം ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം തന്റെ സഹോദരന് വേണ്ടി നീക്കിവെച്ചു എന്ന് മാത്രമല്ല, ത്യാഗ മനോഭാവത്തോടുകൂടി തന്നേക്കാൾ മുൻഗണന തന്റെ സഹോദരന് കൊടുക്കുന്ന ഒരവസ്ഥ. ഈ സാഹോദര്യത്തെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഏതൊരു പ്രയാസത്തിലും തന്നേക്കാൾ മുൻഗണന തന്റെ സഹോദരന് കൊടുത്ത് താൻ ആഗ്രഹിക്കുന്ന കാര്യം തന്റെ സഹോദരന് കൂടി കിട്ടണം എന്നുള്ള അതിയായ നിഷ്കളങ്കമായ ആഗ്രഹമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള അവസ്ഥയെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളിൽ ആരെങ്കിലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും നരകത്തിൽ നിന്ന് മോചിതരാകാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യവുമായി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് ചെല്ലുക. അതുമാത്രമല്ല, നിങ്ങളിലേക്ക് മരണം വന്നെത്തുന്ന സമയത്ത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളായി നിങ്ങൾ മാറുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗപ്രവേശനവും നരകമോചനവും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാം. അപ്പോൾ കഴിവതും ഇത്തരത്തിലുള്ള മുആമലാത്തുകൾ, നമ്മളുടെ സ്വഭാവ മര്യാദകൾ, പെരുമാറ്റ മര്യാദകൾ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കുന്നതിലൂടെ ആത്മസംസ്കരണം സിദ്ധിക്കപ്പെടും. ആ രീതിയിൽ ഉള്ള ഒരു പരിവർത്തനമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. കേവലം വിഭാഗത്തുകൾ അത് ഒന്നിലും ഫലം ചെയ്യാതെ വെറും നമസ്കാരം, സകാത്ത്, നോമ്പ്, അത് ഒരു തരത്തിലും മനുഷ്യനെ പരിവർത്തിപ്പിക്കപ്പെടാത്ത ഇബാദത്തുകളല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് ഇതിലൂടെ എല്ലാം പരിവർത്തനങ്ങൾ ആവശ്യമാണ്, ആന്തരികമായുള്ള പരിവർത്തനങ്ങൾ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.